വർഷങ്ങൾക്ക് ശേഷം തലസ്ഥാന നഗരി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ആതിഥേയത്വം വഹിക്കുമ്പോൾ 92-ലെ യുവജന കലോത്സവത്തിൽ പങ്കെടുത്ത ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഓരോ കലോത്സവങ്ങളും നമ്മളെ ഒരു കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുമല്ലോ. കാരണം ഒന്നാം സ്ഥാനം കിട്ടിയ കലോത്സവം മാത്രമല്ല, സ്കൂൾ തലം മുതൽ ഇപ്പം നമ്മളൊരു അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ പകുതി കലോത്സവങ്ങളാണ്. കാരണം ഒരു ജൂൺ ജൂലൈ ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഓഗസ്റ്റൊക്കെ ആകുമ്പോൾ ഇത് തുടങ്ങുമല്ലോ. സ്കൂളിലെ പ്രവർത്തനങ്ങൾ ഈ ഇത്തരത്തിൽ കലോത്സവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നൽകുന്ന ആവേശം വളരെ വലുതാണ്. സ്റ്റേറ്റ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ നമ്മൾ പങ്കെടുത്തതും സമ്മാനം കിട്ടിയതും ഒക്കെ തീർച്ചയായിട്ടും ഓർക്കും ആ കാലഘട്ടം. അപ്പോൾ അത് വീണ്ടും പൊടി തട്ടി അന്നത്തെ പത്രക്കുറിപ്പുകളും അന്നത്തെ ഫോട്ടോകളും ഒക്കെ എടുത്ത് ഒന്നുകൂടെ ഒന്ന് നോക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകുന്നുണ്ട്. ഞങ്ങളുടെ കാലത്ത് വാസ്തവത്തിൽ ഒന്നാം സ്ഥാനം, രണ്ടാം സ്ഥാനം അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ പറയുമായിരുന്നു, നമ്മുടെ ഈ അന്ന് ജഡ്ജസ് 92-ൽ അപ്പോൾ തന്നെ മോണാക്ട് കഴിഞ്ഞതിന് ശേഷം അന്നേരം തന്നെ 3-4 ജഡ്ജസ് ഒന്നിച്ച് ചേർന്ന് അവർ എത്ര പേരുണ്ടോ അവരൊന്നിച്ച് ചേർന്നിട്ട് അവർ തന്നെ മാർക്ക് ഇട്ട് അവർ തന്നെ സ്റ്റേജിൽ കയറി അനൗൺസ് ചെയ്യുകയാണ് ചെസ് നമ്പർ, ഇന്ന ചെസ് നമ്പറിന് ഒന്നാം സ്ഥാനം, ഇന്ന ചെസ് നമ്പർ രണ്ടാം സ്ഥാനം എന്നുള്ളത്. അപ്പോൾ കലോത്സവങ്ങളിലേക്ക് വരുമ്പോൾ കുറച്ച് കൂടുതലൊരു ആഘോഷമുണ്ട്, സെലിബ്രേഷൻ ആയല്ലോ.